Hi friends, it's me TP Shamim. Welcome all to TPS Training Solutions. TPS Training Solutionsന്റെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതുമായ ചില സെന്റൻസുകളാണ്. ഇതിനെ നമുക്ക് ഡെയിലി യൂസ് ഇംഗ്ലീഷ് എന്ന് നമുക്ക് പറയാം. അഥവാ നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആജ്ഞാപിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറയാൻ വേണ്ടി അത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുക, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന പോസിറ്റീവ് നെഗറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ്. ഇത് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത സെന്റൻസുകളാണ്. ഇത്തരം ചില സെന്റൻസുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യത്തെ സെന്റൻസ്, സ്പീക്ക് ടു മീ, എന്നോട് സംസാരിക്കുക. ഇവിടെ എന്നോട് സംസാരിക്കുക എന്നും പറയാം, അതേപോലെ എന്നോട് സംസാരിക്കൂ എന്ന രൂപത്തിലും പറയാം. റിക്വസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവിടെ നിന്നാണ് പ്ലീസ് സ്പീക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ, ദയവ് ചെയ്ത് എന്നോട് സംസാരിക്കൂ എന്ന രൂപത്തിലും പറയാം. ഇതേ സെയിം സെന്റൻസ് നമുക്ക് ടോക്ക് ടു മീ എന്നും പറയാം. ടോക്ക് ടു മീ എന്ന് പറഞ്ഞാലും എന്നോട് സംസാരിക്കുക, എന്നോട് സംസാരിക്കൂ. അത് പ്ലീസ് വെച്ച് പറയുമ്പോൾ സംസാരിക്കൂ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. നേരെ മറിച്ച് ടോക്ക് ടു മീ എന്ന് മാത്രം പറയുമ്പോൾ അവിടെ എന്നോട് സംസാരിക്കുക കുറച്ചൊരു ശക്തമായ ഓർഡറിലൂടെയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റോപ്പ് ദർ, അവിടെ നിൽക്കൂ അല്ലെങ്കിൽ അവിടെ നിൽക്കുക. പ്ലീസ് സ്റ്റോപ്പ് ദർ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കൂ, ഒരു റിക്വസ്റ്റ് രൂപത്തിലാണ്. നേരെ മറിച്ച് സ്റ്റോപ്പ് ദർ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക. മറ്റൊരു സെന്റൻസ്, ലിസൺ ടു മീ, എന്നിലേക്ക് ശ്രദ്ധിക്കുക. പ്ലീസ് ലിസൺ ടു മീ, എന്നിലേക്ക് ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് വൺ, കം ഹിയർ, ഇവിടെ വരിക. പ്ലീസ് കം ഹിയർ, ഇവിടെ വരൂ. സ്റ്റോപ്പ് ഹിയർ, ഇവിടെ നിൽക്കൂ. പ്ലീസ് സ്റ്റോപ്പ് ഹിയർ, ഇവിടെ നിൽക്കൂ. നെക്സ്റ്റ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് പറയുന്നത്, ഡോണ്ട് ഗോ ദർ, അവിടെ പോകരുത് അല്ലെങ്കിൽ അവിടെ പോകാൻ പാടില്ല. അപ്പൊ പാടില്ല എന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാലൊന്നും സെയിം മീനിങ് തന്നെയാണ്. പോകരുത് എന്നുള്ളത് തന്നെയാണ് പാടില്ല, പോകാൻ പാടില്ല എന്നുള്ളതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്, അത് മറക്കരുത്. ഡോണ്ട് ഡിസ്റ്റർബ് മീ, എന്നെ ശല്യപ്പെടുത്തരുത്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്. അപ്പൊ റിക്വസ്റ്റ്. അപ്പൊ പ്ലീസ് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിക്വസ്റ്റും പ്ലീസ് അല്ലെങ്കിൽ ഒരു ആജ്ഞാ വാക്യമായിട്ടും മാറുകയാണ്. ഡോണ്ട് മൂവ്, അനങ്ങരുത്. പ്ലീസ് ഡോണ്ട് മൂവ്, ദയവ് ചെയ്ത് അനങ്ങരുത്. അപ്പൊ നിർബന്ധവശാൽ നമ്മൾ ഒരാളോട് ഡോണ്ട് മൂവ് പറയുമ്പോൾ പ്ലീസ് ഡോണ്ട് മൂവ്, നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ പറയുന്നത്. അതേപോലെ തന്നെ ഗോ അറ്റ് വൺസ്, ഉടനെ പോവുക. പ്ലീസ് ഗോ അറ്റ് വൺസ്, ദയവ് ചെയ്ത് ഉടനെ പോകൂ. ഗോ സ്ട്രേറ്റ്, നേരെ പോവുക. പ്ലീസ് ഗോ സ്ട്രേറ്റ്, നേരെ പോകൂ. ലുക്ക് ഹെറ്റ്, മുന്നോട്ട് നോക്കുക. പ്ലീസ് ലുക്ക് ഹെറ്റ്, മുന്നോട്ട് നോക്കൂ. ഗോ ഹെറ്റ്, മുന്നോട്ട് പോവുക. പ്ലീസ് ഗോ ഹെറ്റ്, മുന്നോട്ട് പോകൂ. ഗോ അവേ, ദൂരെ പോവുക. പ്ലീസ് ഗോ അവേ, ദൂരെ പോയിക്കോ. ഗോ സ്ലോലി, പതുക്കെ പോവുക. പ്ലീസ് ഗോ സ്ലോലി, ദയവ് ചെയ്ത് പതുക്കെ പോകൂ. ട്രൈ അഗെയിൻ, വീണ്ടും ശ്രമിക്കുക. പ്ലീസ് ട്രൈ അഗെയിൻ, ദയവ് ചെയ്ത് വീണ്ടും ശ്രമിക്കൂ. ബി കെയർഫുൾ, സൂക്ഷിക്കുക അല്ലെങ്കിൽ ശ്രദ്ധാകുലനാവുക. പ്ലീസ് ബി കെയർഫുൾ, ദയവ് ചെയ്ത് ശ്രദ്ധാകുലനാവൂ. ബി റെഡി അല്ലെങ്കിൽ ഗെറ്റ് റെഡി, തയ്യാറാവുക. പ്ലീസ് ഗെറ്റ് റെഡി, ദയവ് ചെയ്ത് തയ്യാറാകൂ. ലുക്ക് ഹിയർ, ഇവിടെ നോക്കുക. പ്ലീസ് ലുക്ക് ഹിയർ, ഇങ്ങോട്ട് ദയവ് ചെയ്ത് നോക്കൂ. ഗോ ഡൗൺ, താഴേക്ക് പോവുക. പ്ലീസ് ഗോ ഡൗൺ, താഴേക്ക് പോവൂ. ടേക്ക് ദിസ്, ഇതെടുക്കുക. പ്ലീസ് ടേക്ക് ദിസ്, ദയവ് ചെയ്ത് ഇതെടുക്കൂ. ഗെറ്റ് ഓഫ്, ഇറങ്ങിപ്പോവൂ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. പ്ലീസ് ഗെറ്റ് ഓഫ്, ഇറങ്ങിപ്പോവൂ, ദയവ് ചെയ്ത് ഇറങ്ങിപ്പോവൂ. ഗോ അപ്പ്, മുകളിൽ പോവുക. പ്ലീസ് ഗോ അപ്പ്, ദയവ് ചെയ്ത് മുകളിൽ പോകൂ. കം ഹിയർ,
ഇവിടെ അടുത്ത് വരൂ. പ്ലീസ് കം ഹിയർ, ഇവിടെ അടുത്ത് വരൂ. ഗോ ബാക്ക്, മടങ്ങിപ്പോവുക. പ്ലീസ് ഗോ ബാക്ക്, ദയവ് ചെയ്ത് മടങ്ങിപ്പോകൂ. കീപ് ക്വയറ്റ്, ശബ്ദിക്കാതിരിക്കുക. പ്ലീസ് കീപ് ക്വയറ്റ്, ദയവ് ചെയ്ത് ശബ്ദിക്കാതിരിക്കൂ. ക്ലീൻ പ്രോപ്പർലി, ശരിക്കു വൃത്തിയാക്കുക. പ്ലീസ് ക്ലീൻ പ്രോപ്പർലി, ശരിക്കു വൃത്തിയാക്കൂ. ഡോണ്ട് ബി ലേറ്റ്, താമസിക്കരുത്, താമസിക്കാൻ പാടില്ല. പ്ലീസ് ഡോണ്ട് ബി ലേറ്റ്, ദയവ് ചെയ്ത് താമസിക്കരുത്. വാച്ച് ഹിം, അവനെ നിരീക്ഷിക്കുക. പ്ലീസ് ഡോണ്ട് വാച്ച് ഹിം, അവനെ നിരീക്ഷിക്കരുത്. ഗോ യുവർ സെൽഫ്, നിങ്ങൾ തന്നെ പോകൂ. പ്ലീസ് ഗോ യുവർ സെൽഫ്, നിങ്ങൾ തന്നെ ദയവ് ചെയ്ത് പോകൂ. വെയിറ്റ് ഔട്ട്സൈഡ്, പുറത്ത് കാത്തു നിൽക്കുക. പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്, ദയവ് ചെയ്ത് പുറത്ത് കാത്തു നിൽക്കൂ. ആസ്ക് ഹിസ് നെയിം, അയാളുടെ പേര് ചോദിക്കുക. പ്ലീസ് ആസ്ക് ഹിസ് നെയിം, ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേര് ചോദിക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. ഡ്രൈവ് സ്ലോലി, സാവധാനം വണ്ടി ഓടിക്കുക. പ്ലീസ് ഡ്രൈവ് സ്ലോലി, ദയവ് ചെയ്ത് സാവധാനം വണ്ടി ഓടിക്കൂ. ഡോണ്ട് ഡു സോ ഇൻ ഫ്യൂച്ചർ, മേലിൽ അങ്ങനെ ചെയ്യരുത്. പ്ലീസ് ഡോണ്ട് ഡു സോ ഇൻ ഫ്യൂച്ചർ, ദയവ് ചെയ്ത് മേലിൽ അങ്ങനെ ചെയ്യരുത്. ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്, പൂക്കൾ പറിക്കരുത്. പ്ലീസ് ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്, ദയവ് ചെയ്ത് പൂക്കൾ പറിക്കരുത്. ഗിവ് അപ്പ് ദ ബാഡ് ഹാബിറ്റ്സ്, ചീത്ത ശീലങ്ങൾ ഉപേക്ഷിക്കുക. പ്ലീസ് ഗിവ് അപ്പ് ദ ബാഡ് ഹാബിറ്റ്സ്, ദയവ് ചെയ്ത് ചീത്ത സ്വഭാവങ്ങൾ ഉപേക്ഷിക്കൂ. കം സൂൺ, പെട്ടെന്ന് വരിക. പ്ലീസ് കം സൂൺ, പെട്ടെന്ന് വരൂ. ഗോ ബാക്ക്, മടങ്ങിപ്പോവുക. പ്ലീസ് ഗോ ബാക്ക്, മടങ്ങിപ്പോകൂ. സ്പീക്ക് ദ ട്രൂത്ത്സ്, ഡോണ്ട് ലൈ, സത്യം പറയൂ, കള്ളമൊന്നും പറയരുത്. പ്ലീസ് സ്പീക്ക് ദ ട്രൂത്ത്, ഡോണ്ട് ലൈ, ദയവ് ചെയ്ത് സത്യം പറയൂ, കള്ളമൊന്നും പറയരുത്. ട്രൈ ദിസ് കോട്ട്, ഈ കോട്ട് ഇട്ട് നോക്കൂ. പ്ലീസ് ട്രൈ ദിസ് കോട്ട്, ദയവ് ചെയ്ത് ഈ കോട്ട് ഇട്ട് നോക്കൂ. വർക്ക് ഹോൾ ഹാർട്ടഡ്ലി, പൂർണ്ണ മനസ്സോടെ ശ്രമിക്കൂ. പ്ലീസ് വർക്ക് ഹോൾ ഹാർട്ടഡ്ലി, ദയവ് ചെയ്ത് പൂർണ്ണ മനസ്സോടെ ശ്രമിക്കൂ. ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് ഫ്രഷ് വാട്ടർ, എനിക്കൊരു ഗ്ലാസം നല്ല വെള്ളം കൊണ്ടുവരിക. പ്ലീസ് ഫെച്ച് മീ എ ഗ്ലാസ് ഓഫ് ഫ്രഷ് വാട്ടർ, ദയവ് ചെയ്ത് എനിക്കൊരു ഗ്ലാസ് നല്ല വെള്ളം കൊണ്ടുവരൂ. By this, I am winding up this video. Thanks for watching this video. See you on next video. Till then, take care and goodbye.